ആറ്റം ബോംബ് കണ്ടുപിടിച്ച വിദ്വാനല്ലേ ഇവിടുത്തെ പ്രസിഡന്റ്? മിസൈൽ മാൻ. നിങ്ങളുടെ മിസൈൽ അയച്ചാൽ അവിടെ ഉള്ളവർക്കൊക്കെ ഉമ്മ വയ്ക്കുകയെന്ന് ചെയ്യുന്നത്. പറ. മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന ഇതിൽ ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും എന്താണ് മഹാനായ പ്രസിഡന്റ് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഇരട്ടപ്പേരാ മിസൈൽ മാൻ. അത്രയും ദ്രോഹമൊന്നും ഒരു കഞ്ചാവ് വലിച്ചതിന്. APJ അബ്ദുൽ കലാം ആരാണ്? ദ ലേണസ്റ്റ് മാൻ ഓഫ് ഇന്ത്യ എന്ന അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ ആമുഖത്തിലുള്ളത്. ദ ലേണസ്റ്റ് മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ഏറ്റവും പഠിപ്പുള്ള മനുഷ്യൻ. മാത്രമല്ല, സ്വതന്ത്ര ഭാരതത്തിൽ APJ അബ്ദുൽ കലാമിന് തുല്യമായ ഒരു വ്യക്തിയും കഴിഞ്ഞുപോയിട്ടില്ല, ഇപ്പോഴുമില്ല. എന്താ കാരണം? അദ്ദേഹം രാഷ്ട്രീയത്തിലും പ്രതിരോധത്തിലും ശാസ്ത്രത്തിലും 3 മേഖലകൾ ഒരുപോലെ കൈകാര്യം ചെയ്ത യുണീക്ക് പേഴ്സണാലിറ്റിയാണ് അദ്ദേഹം. വേറെ ആരുമില്ല. ഇന്ത്യ മഹാരാജ്യത്തിന്റെ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് അദ്ദേഹത്തെ വിളിച്ചു. വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ രാത്രി 10 മണിക്ക് ഒരു ഫോൺ വന്നു. ഹലോ മിസ്റ്റർ APJ കലാം, നിങ്ങൾ ഞങ്ങളുടെ മന്ത്രിസഭയിൽ ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എനിക്ക് ആലോചിക്കാൻ സമയം തരണം പ്രൈം മിനിസ്റ്റർ. പിറ്റേന്ന് രാവിലെ പ്രൈം മിനിസ്റ്റർ കാണാൻ പോയിട്ട് പറഞ്ഞു, ഞാൻ ഈ രാജ്യത്തിന് വേണ്ടി ഉയർന്ന 2 കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, 2 വലിയ ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മന്ത്രിസഭയിലേക്ക് വന്നാൽ രാജ്യത്തിന് ചെയ്യാനുള്ള വലിയ സേവനങ്ങൾ മുടങ്ങിപ്പോകും. അതുകൊണ്ട് എന്നെ മന്ത്രിസഭയിൽ ചേർക്കരുത്. ദേശാഭിമാനിയും രാജ്യസേവനുമായ APJ അബ്ദുൽ കലാം പറഞ്ഞ വാക്കുകൾ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നിങ്ങൾക്ക് വായിക്കാം. അപ്പോൾ വാജ്പേയി പറഞ്ഞു, നിങ്ങളുടെ രാജ്യസ്നേഹത്തെ ഞാൻ അഭിനന്ദിക്കുന്നു, നിങ്ങളിൽ നിന്ന് ഉയർന്ന കാര്യങ്ങൾ രാജ്യത്തിന് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ പോയി. വേറെ ആരാണ് ഇത്രയും വലിയ ആത്മാർത്ഥത കാണിച്ച ആളുകൾ? ചരിത്രം പഠിക്കണം. APJ കലാമിന്റെ ചരിത്രം നമ്മൾ വായിച്ചാൽ അത്ഭുതപ്പെടുത്തും. അദ്ദേഹത്തിന് ഭാര്യയോ മക്കളോ ആർക്കു വേണ്ടിയും അദ്ദേഹം ജീവിച്ചില്ല. ജീവിച്ചത് മുഴുവനും ഈ രാജ്യത്തിന് വേണ്ടിയാണ്. അദ്ദേഹത്തിന്റെ എല്ലാം ഫോർ ദ നേഷൻ, ഈ രാജ്യത്തിന് വേണ്ടി. അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ്. ഇരിക്കട്ടെ, അദ്ദേഹം മരണപ്പെട്ടിട്ട് 1 കൊല്ലം കഴിഞ്ഞു. 2ാമത്തെ ആണ്ടായോ? ഇത്രയും വലിയ ഇന്ത്യയുടെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ, ദ ലേണസ്റ്റ് മാൻ ഓഫ് ഇന്ത്യ, അദ്ദേഹം മരിച്ചിട്ട് 1ാമത്തെ അനുസ്മരണ വാർഷികത്തിന് ചില ഗവൺമെന്റൽ സിസ്റ്റത്തിൽ അനുസ്മരിച്ചു എന്നല്ലാതെ എവിടെ അദ്ദേഹത്തിന്റെ ആണ്ട് നടന്ന്? എവിടെ അദ്ദേഹത്തെ ഓർത്തത്? അത് അദ്ദേഹത്തിന്റെ കുറവല്ല. ലോകത്തെ സ്ഥാനമാനങ്ങൾ, ഭൗതിക ലോകത്തെ സ്ഥാനമാനങ്ങൾ മുഴുവനും അങ്ങനെയാണ്. ജനങ്ങൾ ഉപകാരം ഉപയോഗിക്കും, പിന്നെ മറക്കും, ഭൂൽ ജായേഗ. അതേ സമയത്ത് നമ്മളിവിടെ അനുസ്മരിക്കുന്ന ഷെയ്ഖ് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ഇന്ത്യക്കാരനല്ല. മഹാനവറുകൾ വിശ്രമിക്കുന്നത് ഇറാഖിലാണ്. അൽഹംദുലില്ലാ, ഞങ്ങൾ അവിടെ പോയിട്ടുണ്ട്. അഹ്മദുൽ കബീർ തങ്ങളുടെ അടുക്കൽ ബസറയിൽ ഇറങ്ങി ബൈ റോഡാണ് ഞങ്ങൾ പോയത്. ഉമ്മു അബീദ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് മഹാനവറുകൾ കിടക്കുന്നത്. ആ മഹാനായ അഹ്മദുൽ കബീർ തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞിട്ട് 100 നൂറ്റാണ്ടുകൾ കഴിഞ്ഞില്ലേ? ആ 100 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്തായ റിഫായി ശൈഖിനെ ഈ കൊല്ലം ജില്ലയിൽ മാത്രം എത്ര സ്ഥലത്താണ് റിഫായി നേർച്ച നടക്കുന്നത്? കൊല്ലം ജില്ലയിൽ മാത്രം 10, 50, 100 ഒന്നും അല്ല റിഫായി ആണ്ട് നടക്കുന്നത്. കുറ്റിച്ചിറയിലോട്ട് പോയാൽ അവിടെ വരുന്ന ആളിനേക്കാളും കൂടുതൽ ആടാ. എന്നാണോ നേർച്ച? കഴിഞ്ഞോ? കഴിഞ്ഞ 26-ന്. നോക്കൂ, എത്ര ദൂരെ കിടന്നൊരു മനുഷ്യൻ ഇവിടെ ജനങ്ങൾ ഓർക്കുന്നു. ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഇറാനിലെ ജീലാനിൽ ജനിച്ച് ഇറാഖിലെ ബഗ്ദാദിൽ വിശ്രമിക്കുന്നു. ആ ജീലാനി തങ്ങളുടെ പേരിൽ ഈ കഴിഞ്ഞ മാസവും ഇന്നലെയും റബീഉൽ ആഖിർ കഴിഞ്ഞെങ്കിലും ജീലാനി നേർച്ച തീർന്നില്ല. ഞാൻ മിനിങ്ങാന്ന് മലപ്പുറത്ത് പോയത് ജീലാനി നേർച്ചയ്ക്ക, അതിന്റെ തലേന്ന് വന്നിയപ്പള്ളി പോയതും ജീലാനി നേർച്ചയ്ക്ക. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ
ആയിരക്കണക്കിന് പ്രോഗ്രാമുകളാണ് ഇന്നും. പ്രിയമുള്ളവരെ, ഈ കൊച്ചു കേരളത്തിൽ മാത്രം, ഇന്ത്യയിൽ വേറെ, ലോകത്ത് വേറെ. ഇതാണ് ആത്മീയ വ്യക്തിത്വത്തിന്റെ വ്യത്യാസം. ഭൗതിക ലോകത്തെ എല്ലാ ഭരണാധികാരികളെയും ലോകം മറന്നുപോകും. ഇന്ത്യയുടെ കഴിഞ്ഞുപോയ 7 പതിറ്റാണ്ടിൽ കഴിഞ്ഞുപോയ ഇന്ത്യ മഹാരാജ്യത്തിന്റെ മുഴുവൻ പ്രധാനമന്ത്രിമാരും എവിടെയാണ് കിടക്കുന്നതെന്നറിയുമോ കുട്ടികളെ? ഇന്ത്യയിലെ മുഴുവൻ പ്രധാനമന്ത്രിമാരും എവിടെയാണ് കിടക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? റാവുവിന്റെ ഖബർ എവിടെയാ? നരസിംഹറാവുവിന്റെ ഖബർ എവിടെയാ? അറിയോ? അബ്ദുറഹ്മാൻ അറിയുന്നു? ആർക്കും ഇത് പ്രാധാന്യമില്ല. ഇന്ത്യയിലെ വലിയ പ്രധാനമന്ത്രിയായിരുന്നില്ലേ? അതേ എവിടെ കിടക്കണം? സിക്കന്ദറാബാദിലാണ്. അദ്ദേഹത്തെ കുറിച്ച് നമുക്കറിയണില്ല. ഇന്ത്യക്കാരന് പഠിക്കാൻ നേരമില്ല. അത് റാവുവിന്റെ കുഴപ്പമല്ല, അല്ലെങ്കിൽ കഴിഞ്ഞുപോയ നെഹ്റുവിന്റെ കുഴപ്പമല്ല, ഇന്ദിരയുടെ കുഴപ്പമല്ല, രാജീവിന്റെ കുഴപ്പമല്ല. ഭൗതിക ലോകത്തെ ഭരണാധികാരികളെ അധികാരം കഴിഞ്ഞാൽ പിന്നെ ആളുകൾക്ക് വേണ്ട. പിന്നെ കുറച്ചൊക്കെ ഓർമ്മ കിട്ടും തമിഴ്നാട്ടിലായാൽ. അത് വല്ലാത്ത ഓർമ്മയായിരിക്കും. അപ്പൊ ഏതായാലും ശരി, ഇതുപോലെ ചില മാമാങ്കങ്ങളല്ലാതെ വേറെ ഇല്ല സഹോദരന്മാരെ. അതേ സമയത്ത് അള്ളാഹുവിനെ അറിഞ്ഞ ആളുകൾ അവര് ലോകത്ത് സ്ഥാനമാനങ്ങൾ മോഹിച്ചവരല്ല. അവര് ഏകാന്തതയിൽ ആരാധന നടത്തിയവരാണ്, അള്ളാഹുവിനെ അറിഞ്ഞവരാണ്, ആലിമീങ്ങളാണ്, സ്വാലിഹീങ്ങളാണ്. അവരെ ലോകത്തിന് മറക്കാൻ പറ്റൂല. മലപ്പുറം ജില്ലയിൽ നിന്ന് എത്ര ഭരണാധികാരികളാണ് വന്നത്, പക്ഷേ മമ്പുറം തങ്ങളെ ഓർക്കുന്നത് പോലെ ഒരു ഭരണാധികാരിയും മലപ്പുറത്ത് നിന്ന് ഓർക്കുന്നുണ്ടോ? മമ്പുറത്തെ മഖാമിൽ ഇപ്പോൾ ചെന്നാലും ഉണ്ടാകും നൂറുകണക്കിന് ആളുകൾ. വ്യാഴാഴ്ചയായാൽ ആയിരക്കണക്കിന് ആളുകൾ. ദൈനംദിനം ആയിരക്കണക്കിന് ആളുകളല്ലേ അവിടെ വന്നു പോകുന്നത്. എന്തുകൊണ്ടാണ്? അവരിവിടെ ജീവിച്ചത് ലോകത്തെ കൊട്ടാരത്തിന് വേണ്ടിയല്ല, ഇവിടുത്തെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല, ഇവിടുത്തെ ജാടകൾക്ക് വേണ്ടിയല്ല. അവര് ലോകാധികാരിയായ റബ്ബിനെ അറിഞ്ഞപ്പോൾ അവരെ അല്ലാഹു മറപ്പിച്ചില്ല. ഇവിടെ റിഫായി ശൈഖിന്റെ ആണ്ട് നേർച്ച നടത്തുന്നത്, റിഫായി ശൈഖ് തങ്ങളുടെ പേരക്കുട്ടികൾ ഇവിടെ വല്യുപ്പാനെ ഓർക്കുകയല്ല. ഇവിടെ ഏതെങ്കിലും റിഫായി ശൈഖിന്റെ പേരക്കുട്ടിയെ ഉസ്താദ് അല്ലല്ലോ, അല്ല. അള്ളാഹു അവരുടെ ബർക്കത്ത് നമുക്കൊക്കെ തരട്ടെ. അതുകൊണ്ട് പേരക്കുട്ടി വല്യപ്പാനെ ഓർക്കല്ല. നമ്മളെല്ലാം എന്തേ സ്നേഹിക്കണത്? അള്ളാഹു തആല നമ്മുടെ ഖൽബിൽ സ്നേഹവും ഓർമ്മയും ഇട്ടു തന്നു. അതേ അതിന് മറുപടിയുള്ളൂ. അങ്ങനെയാണ് അള്ളാഹു ഒരു അടിമയെ ഇഷ്ടം വച്ചാൽ ആ അടിമയെ കുറിച്ച് വാനലോകത്ത് പറയും. അപ്പോൾ മലക്കുകളുടെ ഇടയിൽ പേര് കിട്ടും. അള്ളാഹു തആല ഭൂമി ലോകത്ത് നല്ലവരുടെ ഉള്ളിൽ ഓർമ്മ നൽകും. അതുകൊണ്ടാണ് ആകാശത്തും മേലും ഭൂമിക്കു താഴെയും അവരെ കൊടി നീളം അത്തീരെ ഉള്ളോവർ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ അറിഞ്ഞ ഇഷ്ടന്മാർ ായ ദാസന്മാരെ ലോകത്തിന് മുഴുവനും അറിയിച്ചു കൊടുക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഔലിയാക്കളെ അറിയുന്നത്, അതുകൊണ്ടാണ് മുഹീദ്ദീൻ ശൈഖിനെ അറിയുന്നത്. ഒരു സാധാരണക്കാരനായ മനുഷ്യനോ വാപ്പാനെ ഓർത്തെന്ന് വരും, ഉപ്പാപ്പാനെ ഓർത്തെന്ന് വരും. ഉപ്പാപ്പാന്റെ വാപ്പാനെ ഓർക്കാൻ ആളില്ല. വാപ്പാന്റെ ആണ്ട് നടത്തുന്ന ആളുകൾ ഈ കൂട്ടത്തിൽ പലരും കാണും. അതിൻ്റെ പകുതി പോലും ഉണ്ടാവില്ല ഉപ്പാപ്പാൻ്റെ ആണ്ട് നടത്തുന്നവർ. ഉപ്പാപ്പാൻ്റെ വാപ്പാൻ്റെ ആണ്ട് നടത്തുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? നമ്മളെ പേരക്കുട്ടിയുടെ മോൻ്റെ ഉപ്പാപ്പാൻ്റെ വാപ്പ നമ്മളും മറക്കപ്പെടും. നമ്മുടെ അവസ്ഥ ഇതാണ്. അതേ സമയത്ത് ഇവിടെ ഓർക്കപ്പെടണോ, പ്രാർത്ഥിക്കാൻ അനുഗ്രഹം ലഭിക്കണോ? ആ അനുഗ്രഹം ലഭിക്കണമെങ്കിൽ അള്ളാഹുവിനെ അറിയുന്നവരാവണം. അതുകൊണ്ടാണ് നമ്മുടെ മക്കളെ നമ്മൾ ഇൽമിന്റെ വഴിയിൽ വിടണം, അറിവിന്റെ വഴിയിൽ വിടണം. ആ അറിവിന്റെ വഴിയിൽ അങ്ങ് വിട്ടാൽ
ഇനി അവർ ഓർത്തില്ലെങ്കിലും അവരുടെ പ്രതിഫലം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമേ. അതാ ഞങ്ങളുടെ ഉപ്പ മർഹൂം അബ്ദുൽ ജലീൽ മുസ്ലിയാർ, അള്ളാഹു അവിടുത്തെ ഖബർ സ്വർഗമാക്കട്ടെ. അവിടുന്ന് ഞങ്ങളുടെ ഉസ്താദാണ്, അവിടുത്തെ ഉസ്താദാണ് മൂത്താപ്പ അബ്ദുല്ലാഹിൽ ജൗഹരി എന്നവർ. അവിടുത്തെ ഉപ്പയാണ് വന്നികപ്പള്ളി മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാർ. അവരെ ഒന്നും ഞങ്ങൾ ഓർത്തില്ലെങ്കിലും ഞങ്ങൾ ഇവിടെ പറയുന്ന ഓരോ അക്ഷരങ്ങളും ഞങ്ങളുടെ ഉസ്താദുമാരായ ഞങ്ങളുടെ ഉപ്പാപ്പമാര് പറഞ്ഞു തന്നതാണ്. ഇതിൻ്റെ മുഴുവനും ഒരു വിഹിതം അവര് കിടക്കുന്ന ഖബറിടങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അല്ലാഹുവേ, അവരുടെ എല്ലാം ഖബറിടങ്ങൾ നീ സ്വർഗീയ ആരാമമാക്കണം അല്ലാ. ഇതാണ് കേട്ടോ അറിവിൻ്റെ വഴിയെന്ന് പറയുന്നത്. ലോകത്തൊരു ഡോക്ടറായാലും ഒരു എഞ്ചിനീയർ ആയാലും ഒരു IAS കാരനായാലും ഒരു IPS കാരനായാലും ഒരു IRS കാരനായാലും ഒരു IFS കാരനായാലും ഒരു പ്രൈം മിനിസ്റ്റർ ആയാലും ഒരു ചീഫ് മിനിസ്റ്റർ ആയാലും ഒരു രാജാവായാലും അതിനൊക്കെ ഭൗതിക ലോകത്തെ നിലവിലകളുണ്ടാകും. അതിനേക്കാളൊക്കെ വലിയ വഴിയെന്ന് പറയുന്നത് അള്ളാഹുവിനെ അറിയുന്ന ഇൽമിൻ്റെ വഴിയാണ്. നിങ്ങളുടെ മകനൊരു ആലിമായാൽ, നിങ്ങളുടെ മകനൊരു ഹാഫിളായാൽ, നിങ്ങളുടെ മകൻ അള്ളാഹുവിനെ അറിയുന്ന ഇഷ്ടദാസനായാൽ നാളെ മരണപ്പെടുന്ന സമയത്ത് വലതുൻ സാലിഹുൻ യദ്ഉ ലഹു, പ്രാർത്ഥിക്കുന്ന മക്കളുണ്ടായാൽ അത് മുറിയാത്ത അനുഗ്രഹമാണ്. ഇതാ മാത്തൽ മറു, ഒരാള് മരണപ്പെട്ടു പോയാൽ മൂന്ന് കാര്യങ്ങൾ ഒഴികെ മുറിഞ്ഞു പോകുന്നതാണ്. അതിൽ ഒന്നാമത്തേത് ഏതാണ്? വലതുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, അവന് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹീങ്ങളായ മക്കളാണ്. രണ്ടാമത്തേതോ മുറിയാത്ത ദാനധർമ്മങ്ങളാണ്. പള്ളി പണിതതാണ്, കിണർ കുഴിച്ചതാണ്, ദീനീ സ്ഥാപനമുണ്ടാക്കിയതാണ്, യതീംഖാന ഉണ്ടാക്കിയതാണ്, അറബി കോളേജ് ഉണ്ടാക്കിയതാണ്, ദീനീ ദഅവത്ത് നടത്തിയതാണ്. പിന്നെയോ ഇൽമുൻ യുൻതഫഉ ബിഹി, ഉപകാരപ്പെടുന്ന അറിവാണ്. ആ അറിവ് മുറിയുന്നില്ല. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാനൊരു ചെറിയ വിദ്യാർത്ഥിയാണ്. എൻ്റെ അടുക്കൽ വലിയ ഇൽമൊന്നുമുള്ള ആളല്ല. പക്ഷേ എനിക്ക് ഇൽമ പറഞ്ഞു തന്ന വലിയ മഹാന്മാരുണ്ട്, അവർക്ക് ഇൽമ പറഞ്ഞു കൊടുത്ത വലിയ മഹാന്മാരുണ്ട്. എനിക്ക് ഏറെ കിതാബുകളും ഓതി തന്ന മലപ്പുറം ജില്ലയിൽ വിശ്രമിക്കുന്ന സി അബ്ദുറഹ്മാൻ ഉസ്താദുണ്ട്. അവിടുത്തെ ഉസ്താദ് കൈപ്പറ്റ ബീരാൻകുട്ടി ഉസ്താദുണ്ട്. അങ്ങനെ നോക്കിയാൽ 41ാമത്തെ ഉസ്താദാണ് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഈ വഴിയിൽ ഉള്ള മഹാന്മാരിലൂടെയാണ് ഞങ്ങളുടെ കയ്യിലുള്ള വിവരങ്ങൾ എത്തിച്ചേർന്നത്. അവർക്കെല്ലാം ഇവിടെ ഒരു നന്മ ഞാൻ പറയുമ്പോൾ അത് അല്ലാഹു സ്വീകരിച്ചാൽ അതിൻ്റെ ഒരു പ്രതിഫലം ഈ പരമ്പരകൾക്ക് മുഴുവനും ലഭ്യമാണ്. ഞങ്ങൾക്കത് പറയാനുള്ള കരുത്ത് ലഭിക്കുന്നത് ആ പരമ്പരകളുടെ ബറക്കത്താണ്. അതുകൊണ്ട് കേട്ടോ ഉമ്മമാരെ, രക്ഷിതാക്കളെ, നമ്മുടെ മക്കൾ നല്ല ആലിമീങ്ങളാവണം, നല്ല ഹാഫിളീങ്ങളാവണം. അങ്ങനെ വരുമ്പോഴാണ് ഇൽമുള്ള തഖ്വയുള്ള ഒരാൾ ഈ ലോകത്തെ സമാധാനത്തോടെയാണ് ജീവിക്കുക. ഇവിടെ കണ്ടില്ലേ, തട്ടണം, വെട്ടണം, കൊല്ലണം, മുട്ടണം എന്നൊക്കെ പറഞ്ഞ് ചില പ്രസ്ഥാനങ്ങളെ ചാടിക്കയറി വരും. അതിൽ ഒരൊറ്റ ആലിമിൻ്റെയും പിന്തുണയില്ല, ഒരൊറ്റ പാരമ്പര്യ ആലിമും അതിൽ കൂടിയിട്ടില്ല, ഒരൊറ്റ ആലിമിൻ്റെ പിന്തുണയില്ല. ചിലപ്പോൾ വായിച്ച് കസർത്തുന്ന ആളുകൾ കാണും, പ്രസംഗത്തിൽ
ജീവിതത്തിൽ ബഹളമയമുള്ളവരുണ്ടാകും. ആഴം കണ്ട ആത്മീയ ജീവിതമുള്ള ഒരാലിമും അത്തരം പ്രസ്ഥാനങ്ങളിലില്ല. ലോകത്തെ പല തീവ്രവാദ സംഘടനകളും ഇസ്ലാമിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്നുണ്ടാകും. അതിൽ മിക്കതും ജൂതന്മാരുടെ സൃഷ്ടിയാണ്, മിക്കതും വഞ്ചനയുടെ പേരിൽ ഉണ്ടാക്കിയതാണ്. ഇനി എവിടെങ്കിലും മുസ്ലിങ്ങളുടെ പേരിലുള്ളവർ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരാരും സുന്നത്തു ജമാഅത്തിന്റെ അലിമീങ്ങളല്ല. അതുകൊണ്ടല്ലേ ഈജിപ്തിൽ 100 വയസ്സ് കഴിഞ്ഞ വയോധികനായ ഒരു പണ്ഡിതനെ പഴയകാല പണ്ഡിതന്മാരുടെ വഴിയിൽ ജീവിച്ചതിൻ്റെ പേരിൽ കുനിച്ചു നിർത്തി കൊന്നു കളഞ്ഞത് നിങ്ങൾ കണ്ടില്ലേ? ഔലിയാക്കൾ സൂഫിയാക്കളുടെ വഴിയിൽ വന്ന ഒരൊറ്റാളും തീവ്രവാദികളല്ല, ഭീകരവാദികളല്ല. എപ്പോഴും സമാധാനമാണ്. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിനെ കണ്ടില്ലേ? ഒരു ദിവസം പള്ളിയിലേക്ക് വരുമ്പോ റിഫായി ശൈഖിന്റെ കുപ്പായത്തിൽ ഒരു കുപ്പായത്തിന്റെ പകുതി കൈയില്ല. എന്തേ ചോദിച്ചു? എവിടെ പോയി തങ്ങളെ നിങ്ങളുടെ കുപ്പായത്തിന്റെ കൈയുടെ നീളം പകുതി വെട്ടിമുറിച്ചേക്കുന്നു? അപ്പൊ പറഞ്ഞു, ഞാനേ പള്ളിയിലേക്ക് വരാൻ നേരം കുപ്പായം എടുക്കാൻ പോയപ്പോ എൻ്റെ കുപ്പായത്തിന്റെ കയ്യിൽ ഒരു പൂച്ച കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. അതിനെ ഉണർത്താൻ എൻ്റെ മനസ്സനുവദിച്ചില്ല. അപ്പം ഞാൻ കുപ്പായ അവിടുന്ന് കട്ട് ചെയ്തിങ്ങ് പോന്നു. അത് ഉണർന്നിട്ട് പിന്നെ എടുത്ത് തുന്നാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ പോന്നത് എന്ന് അഹ്മദുൽ കബീർ തങ്ങൾ. മറ്റൊരിക്കൽ ബഹുമാനപ്പെട്ടവർ ഇങ്ങനെ കൈ നീട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതൊക്കെ താരീഖിലുണ്ട്, നമ്മൾ കഥ പറയുന്നതല്ല. ഒരിക്കൽ അഹ്മദുൽ കബീർ തങ്ങൾ ഇങ്ങനെ കൈ നീട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഒരു ശിഷ്യൻ വന്നു വേഗം കൈ പിടിച്ച് മുത്തി പറഞ്ഞു, മോനെ പാവം ജീവിയെ നീ കഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ. ചോദിച്ചു, എന്താണ്? ഞാനിങ്ങനെ കൈയും പിടിച്ചിരുന്നതേ ഒരു കൊതുക് ഇങ്ങനെ ചോര കുടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു അത് വയറ് നിറച്ച് പൊയ്ക്കോട്ടെ എന്ന്, അങ്ങനെ ഞാൻ വെച്ചു കൊടുത്തതായിരുന്നു. അപ്പോഴാണ് നീ വന്നിട്ട് കൈ പിടിച്ച് മുത്തിയപ്പോൾ അതിന് ശല്യമായി പോയി. ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ തങ്ങൾ ഒരിക്കൽ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു തെരുവ് നായക്ക് രോഗം ബാധിച്ചിട്ട് കിടക്കുകയാണ്. എല്ലാവർക്കും വലിയ ശല്യമല്ലേ ഒരു തെരുവ് നായ കേടുവന്ന് കിടന്നാൽ? നമ്മളൊക്കെ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നായയെ വണ്ടി ഇടിച്ചിട്ടിട്ടുണ്ടാകും. സമയമുണ്ടെങ്കിൽ അതെടുത്ത് കുഴിച്ചു മൂടാൻ നമ്മൾ ശ്രമിക്കണം. കാരണം എന്താണ്? ഒരുപാട് ആളുകൾക്ക് അതുകൊണ്ട് പ്രയാസമുണ്ടാകും, നാറ്റമുണ്ടാകും, രോഗമുണ്ടാകും, പല കൃമികളും പരക്കാൻ കാരണമാകും. അതുകൊണ്ട് നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങണം. ഇന്നൊരു മനുഷ്യനെ പോലും നോക്കാത്ത കാലത്ത് ഇത് പറയുമ്പോൾ ആളുകൾക്ക് അത്ഭുതമാണ്. എത്രയോ മണിക്കൂർ റോഡിൽ കിടന്നിട്ട് ബംഗളൂരുവിലെ ഒരു പിഞ്ചോമന കുഞ്ഞ് സൈക്കിളിൽ നിന്ന് വണ്ടി ഇടിച്ചിട്ട് കരഞ്ഞിട്ട് ജനങ്ങൾക്ക് നോക്കാൻ നേരം കിട്ടിയില്ല. ആളുകൾ അപ്പോഴും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്, അവർക്ക് ശുശ്രൂഷിക്കാൻ നേരമില്ല. ഇക്കാലത്തല്ലേ ഞാൻ ഈ കഥ പറയുന്നത്. ഇരിക്കട്ടെ, മഹാനായ അഹ്മദുൽ കബീർ തങ്ങൾ നോക്കിയപ്പോൾ നായ ഇങ്ങനെ പുഴുവെടുത്തിട്ട് കേടുവരികയാണ്. മഹാനവറുകൾ മെല്ലെ ഒരു ടെൻറ്റ് കെട്ടിയിട്ട് ആ നായയെ കൊണ്ടുവന്നവിടെ കിടത്തി പരിചരിക്കുകയാണ്. കാരണമെന്തേ? അവർക്കുള്ള ജീവകാരുണ്യമാണത്, അവരുടെ മനസ്സിലുള്ള കാരുണ്യത്തിൻ്റെ പ്രകാശനമാണത്. ഈ നന്മകളാണ് എല്ലാ ഔലിയാക്കളും ലോകത്തിനു നൽകിയത്. അതുകൊണ്ട് അഹ്മദുൽ കബീർ തങ്ങളുടെ പേരിൽ മൗലിദ് ഓതിയിട്ട് നല്ല ചീരണി വാങ്ങി അങ്ങ് പോയാൽ പോരാ. മൗലിദ് ഓതണം, നല്ല ചീരണി കൊടുക്കണം. കാരണം ഔലിയാക്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഈ തആമി, ഭക്ഷണം കൊടുക്കൽ എന്ന് പറഞ്ഞാൽ വളരെ പുണ്യമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, 3 കാര്യങ്ങൾ കാരണമായി സ്ഫടിക സമാനമായ സ്വർഗത്തിലെ മാളിക കിട്ടും. എന്തേ ആ 3 കാര്യങ്ങൾ? അതിൽ ഒന്നാമത്തെ കാര്യം മഹാനരായ മുത്തുനബി തങ്ങളെ പഠിപ്പിക്കുകയാണ്.
ഇത്ആമുത്ത്ആം, ഭക്ഷണം നൽകലാണ്. ഭക്ഷണം നൽകൽ വലിയ പുണ്യമുള്ള കാര്യമാണ്. രണ്ടാമത്തതോ ഇഫ്ശാഉസ്സലാം, അവിടുന്ന് സലാമിനെ വ്യാപിപ്പിക്കലാണ്. മൂന്നാമത്തതോ സല്ലാലില്ലാഹി വന്നാസു നിയാം, ജനങ്ങൾ ഉറങ്ങുന്ന നേരത്ത് നിസ്കരിക്കലാണ്. ഈ 3 പുണ്യകർമ്മങ്ങൾ ചെയ്താൽ സ്ഫടിക സമാനമായ സ്വർഗത്തിൻ്റെ മാളിക കിട്ടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ പുണ്യകർമ്മങ്ങളാണ് ഇവിടെ നടക്കുന്നത്. സ്വാലിഹീങ്ങളെ ഓർക്കൽ പുണ്യകർമ്മമാണ്, മുത്തഖീങ്ങളെ ഓർക്കൽ പുണ്യകർമ്മമാണ്. ആ പുണ്യകർമ്മങ്ങളെല്ലാം ഒത്തുകൂടുന്നതാണ് ഈ റിഫായി ആണ്ട് നേർച്ച. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും നമ്മുടെ സദസ്സിനെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും സഹായിക്കുന്നവരെയും എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദി അഹ്മദുൽ കബീർ അർ-റിഫായി തങ്ങളും ലോകത്തുള്ള എല്ലാ മഹാന്മാരും വിജയത്തിലേക്ക് എത്തിയതിൻ്റെ ഏറ്റവും വലിയ വസീല എന്ന് പറയുന്നത് മഹബ്ബത്തു റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഹുബ്ബാണ്. പ്രിയമുള്ള സഹോദരൻ, സംഘാടകർ ഒരു ബക്കറ്റ് കൊണ്ടുപോകുന്നുണ്ടല്ലേ? എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. നിങ്ങളെ കൊണ്ട് കഴിയുന്ന നല്ല സഹായങ്ങൾ നൽകണം. അതോടൊപ്പം ഇടയ്ക്ക് കൂടി ഓർമ്മപ്പെടുത്താനുള്ളത്, ഇൻഷാ അല്ലാഹ് ഇന്ന് വയല് നടക്കുന്നുണ്ട്. നാളെ ദേവറസോൽ ഉസ്താദിൻ്റെ വയലുണ്ട്. നാളെ നിങ്ങൾക്ക് ഇവിടുന്ന് വരാൻ കഴിയില്ല, കാരണം ഇവിടെ പരിപാടി ഉണ്ടല്ലോ. ഇവിടങ്ങളെല്ലാം വിജയിപ്പിക്കണം.